Hi everyone, welcome to the class of Income Tax. ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് ആണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ആദ്യം നമ്മൾ ടാക്സിന്റെ മീനിങ് ആണ് പഠിക്കാൻ പോകുന്നത്. The word tax is derived from the Latin word taxo. Taxo means financial charge or other levy imposed upon a taxpayer by a state or the government to fund various public expenditures. ഇപ്പോൾ ടാക്സിന്റെ മീനിങ് ആണ്. ടാക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ടാക്സോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതായത് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ചാർജിന്, അതല്ലെങ്കിൽ ലെവിയെ, അതും അല്ലെങ്കിൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ഒരു പേയ്മെന്റ്, ടാക്സ് പേയർക്ക് ചാർജ് ചെയ്യുന്ന ഒരു പേയ്മെന്റിനെയാണ് നമ്മൾ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഒരു പ്രധാന റവന്യൂ ആണ് ഈ ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട്. നെക്സ്റ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സ്. ദി ടാക്സ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഈസ് വൺ in which the impact and incidence of tax are on the same person. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ബർഡൻ ആണ്. ഇൻസിഡൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബർഡൻ ആണ്. അതായത് ടാക്സ് അടയ്ക്കുന്ന ആളും അത് അൾട്ടിമേറ്റ് ബർഡൻ, അതായത് ആരുടെ നിന്നാണോ ഈ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത്, ഇത് രണ്ടും ഒരാളായിരിക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകം കിട്ടുന്ന ആളാണ് ടാക്സ് അടയ്ക്കുന്നത്. അത് കൊണ്ടുപോയി നേരിട്ട് അടയ്ക്കുന്ന ആളും ആ സെയിം പേഴ്സൺ തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ആർ ഓൺ ദി സെയിം പേഴ്സൺ, ഒരാൾ തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് വൺ in which the burden is on one person but it is actually suffered by another person. അതായത് ഈ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ടാക്സ് യഥാർത്ഥത്തിൽ അടയ്ക്കുന്നത് ഒരാളായിരിക്കും, പക്ഷെ അത് ചാർജ് ചെയ്യുന്നത് മറ്റൊരാളിൽ നിന്നായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു. നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ നോട്ട്ബുക്കിന്റെ എമൗണ്ടിന്റെ കൂടെ ടാക്സ് എമൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആ ടാക്സ് എമൗണ്ട് ഇത് കളക്ട് ചെയ്യുന്ന ആ കടക്കാരനായിരിക്കും കൊണ്ടുപോയി ഗവൺമെന്റിന് അടയ്ക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ടാക്സ് ചാർജ് ചെയ്യുന്ന ആൾ, അതായത് ടാക്സ് കൊടുക്കുന്ന ആളെന്ന് പറയുന്ന ആ കസ്റ്റമർ ആണ്, പക്ഷെ ഈ ടാക്സ് എമൗണ്ട് കൊണ്ടുപോയി പേ ചെയ്യുന്ന ആള് വേറെ ആയിരിക്കും. അപ്പൊ ദ പേഴ്സൺ പേസ് ടാക്സ് ഈസ് ഓൺലി ആൻ ഇന്റർമീഡിയറി. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ടാക്സ് പെയർ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറി ആയിരിക്കും. ആൻഡ് ഹി ക്യാൻ റിക്കവർ ഇറ്റ് ഫ്രം സം അതർ പേഴ്സൺ. അപ്പോൾ ഈ ഇന്റർമീഡിയറി മറ്റു പേഴ്സണിന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും ടാക്സ് ആയിട്ട് കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഈ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് സെയിൽസ് ടാക്സ്, എക്സൈസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന GST എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടതാണ്. അതായത് ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻകം ടാക്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So the income tax was firstly introduced in India for the first time in 1860. 1860ലാണ് ഇന്ത്യയിൽ ഈ ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ബൈ സർ ജെയിംസ് വിൽസൺ ആണ്. സർ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി എന്തിനു വേണ്ടിയാണ് അന്ന് ഈ സർ ജെയിംസ് വിൽസൺ ടാക്സ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാല് 1857 മിലിറ്ററി മ്യൂട്ടിനി, അതായത് ശിപ്പായി ലഹള അല്ലെങ്കിൽ ശിപ്പായി മ്യൂട്ടിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മ്യൂട്ടിനി അവിടെ നടക്കുന്ന ഒരു കലാപം അവിടെ നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലോസ് സംഭവിക്കുകയും ചെയ്തു. ഈ ലോസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 1860ലാണ് ബൈ സർ ജെയിംസ് വിൽസൺ. അതിനുശേഷം ഒരുപാട് ആക്ടുകൾ ഇന്ത്യയിലെ ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്ത് വന്നു എങ്കിലും ഇപ്പൊ നിലവിലുള്ള ആക്ട് ആണ് ഇൻകം ടാക്സ് ആക്ട് 1961. For at present the income tax act 1961 is in existence. The act was applicable with effect from 1st April 1962. അപ്പോൾ ഈ ഇൻകം ടാക്സ് ആക്ട് 1961 ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിരിക്കുന്ന 1st April 1962 മുതലാണ്. ഇൻകം ടാക്സ് ആക്ട് 1961 applies to whole of India including Sikkim, Jammu and Kashmir. Next, basis of charge. Section 4 of the Income Tax Act 1961 ആണ്
ബേസിസ് ഓഫ് ചാർജിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 4, ദി ഇൻകം ടാക്സ് ഈസ് ആൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ആനുവൽ ടാക്സ് ആണ്, അതായത് അത് വർഷത്തിൽ ഒരിക്കലാണ് ചാർജ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകത്തിന് ചാർജ് ചെയ്യുന്നതാണ്, ആനുവൽ ടാക്സ് ആണ്. നെക്സ്റ്റ്, ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെന്റ് ഇയർ അറ്റ് ദി റേറ്റ് ആപ്ലിക്കബിൾ ടു ദാറ്റ് അസസ്മെന്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് ഇയർ ഏതാണ്? 2021-22 ആണ് നമ്മൾ കറന്റ് ഇയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2020-21. ഇപ്പൊ 2020-21 ടാക്സ് ആണ് നമ്മൾ ഏത് വർഷം കൊടുക്കുന്നത്? 2021-22 വർഷത്തിൽ കൊടുക്കുന്നത്. അപ്പൊ 2021-22 എന്ന് പറയുന്ന കറന്റ് ഇയറിനെയാണ് നമ്മളിവിടെ അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഈ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഈ കറന്റ് ഇയറിൽ ഏതാണോ ടാക്സ് റേറ്റ്, ആ ടാക്സ് റേറ്റിലായിരിക്കണം പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെന്റ് ഇയർ അറ്റ് ദി റേറ്റ് ആപ്ലിക്കബിൾ ടു ദാറ്റ് അസസ്മെന്റ് ഇയർ. ഹിയർ ദി ടാക്സ് റേറ്റ്സ് ആർ ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. ഇനി നമ്മളിവിടെ പറഞ്ഞു പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്നത് അസസ്മെന്റ് ഇയറിലാണ്. അസസ്മെന്റ് ഇയറിലെ ടാക്സ് റേറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ ടാക്സ് റേറ്റ് എങ്ങനെ അറിയും? ഈ ടാക്സ് റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ആരായിരിക്കും? ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ഇതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ബഡ്ജറ്റ് വഴിയാണ് ഈ ടാക്സ് റേറ്റ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. ആ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവരി പേഴ്സൺ. എല്ലാ പേഴ്സണിനും ടാക്സ് ചാർജ് ചെയ്യാറുണ്ട്. ഇപ്പൊ ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് എവരി പേഴ്സൺ. എല്ലാ പേഴ്സണിന്റെയും ടോട്ടൽ ഇൻകത്തിനാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻകം ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇപ്പൊ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കളക്ട് ചെയ്യും. ഒന്നുകിൽ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് നമുക്ക് ഇൻകം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ടാക്സ് കുറച്ചിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, പെയ്ഡ് ഇൻ അഡ്വാൻസ്. പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ എന്ത് അടയ്ക്കാം? ഇൻകം ടാക്സ് പേ ചെയ്യാം. ഇതാണ് ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. നമുക്കൊരു 4-5 പോയിന്റ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, ഇൻകം ടാക്സ് ഈസ് ആൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെന്റ് ഇയർ on the basis of rate applicable to the assessment year. Next, the tax rate are fixed by Annual Finance Act. Tax is charged on every person. Tax is charged on total income of every person, and income tax is to be deducted at source or paid in advance. Next, term income ആണ്. ഇൻകത്തിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ആണ്. പക്ഷെ ഈ സെക്ഷൻ അനുസരിച്ച് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്ടിൽ തന്നിട്ടില്ല. അപ്പൊ ഇൻകം ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി ആക്ട്. ഇൻകം ഈസ് എ പീരിയോഡിക് ബെനിഫിറ്റ് ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന പീരിയോഡിക് ബെനിഫിറ്റിനെയാണ് നമ്മൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് റിസീപ്റ്റ്സ് വിച്ച് ആർ നോട്ട് റെഗുലർ ഇൻ നാച്ചർ. അപ്പൊ പീരിയോഡിക് എന്ന് പറയുമ്പോൾ ഓരോ പീരിയോഡ് ആകുമ്പോൾ ചിലപ്പോൾ എല്ലാ മാസവും ആകുമോ, അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഒക്കെ പീരിയോഡിക് ആയിട്ട് കിട്ടുന്നതിനെ നമ്മൾ ഇൻകം എന്ന് വിളിക്കും. പക്ഷെ പീരിയോഡിക് അല്ലാത്ത ചില ഐറ്റത്തിനെയും എന്തെന്ന് തന്നെയാ പറയുന്നത്? ഇൻകം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇൻകത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ഇൻകം ഈസ് ഇൻക്ലൂസീവ് എന്നാണ് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത്, അതായത് ഇൻകം ടാക്സ് ആക്ട് നോക്കുമ്പോൾ അതിനകത്ത് കുറേ നമ്പർ ഓഫ് ഐറ്റം ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ആ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഡെഫിനിഷൻ അല്ല, ആ ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറയാത്ത ഐറ്റത്തിനെയും നമുക്ക് ചിലപ്പോൾ എന്തുമായിട്ട് വരാം? ഇൻകം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകത്തിന്റെ ഡെഫിനിഷൻ ഇൻക്ലൂസീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ്, ഇൻകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, സാലറി, വിന്നിങ്സ് ഫ്രം ലോട്ടറി. വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്ന് പറയുമ്പോൾ ലോട്ടറി അടിച്ച് കിട്ടുന്ന ക്യാഷ് തന്നെയാണ്. വാല്യൂ ഓഫ് പെർക്കിസൈറ്റ് എന്താന്നുള്ളത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അലവൻസസ്, ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ്, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇൻകം ആയിട്ട് പറയുന്ന ഐറ്റംസ്. നെക്സ്റ്റ്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ സെക്ഷൻ 80B സബ്സെക്ഷൻ 5 ആണ് സെക്ഷൻ. അപ്പോൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ
നമ്മൾ കുറേ ഇൻകത്തെ കുറിച്ചൊക്കെ പഠിച്ചോല്ലേ. ഇങ്ങനെ ഒരുപാട് ഐറ്റം ആകുമ്പോൾ നമുക്കത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ആക്ടിൽ ഈ ഇൻകത്തിനെ എല്ലാം കൂടെ 5 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 5 ഹെഡ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സ്. അങ്ങനെ ഈ 5 ഹെഡായിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇൻകത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 5 ഹെഡിന്റെയും കൂടെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. For the aggregate income under the following 5 heads is termed as gross total income. For aggregate income under the 5 heads. 5 heads, which are the 5 heads? Income from salary, income from house property, profits and gains of business or profession, capital gain and income from other source. ഇനി ഈ 5 ഹെഡുമാണ് ഇനി അടുത്ത ഓരോ മൊഡ്യൂളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നെക്സ്റ്റ് ടേം ആണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഗ്രോസ് ടോട്ടൽ ഇൻകം പഠിച്ചു അല്ലെ. 5 ഹെഡും ആഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരു ഐറ്റം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെ അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഐറ്റം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നെറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, നമ്മളിവിടെ ടോട്ടൽ ഇൻകം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് മീൻസ് the amount of income after deduction of qualifying deductions under section chapter 6A or 80C to 80U from gross total income. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരു ഐറ്റം ഡിഡക്ട് ചെയ്യും. ആ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ക്വാളിഫൈങ് ഡിഡക്ഷൻസ് എന്നും പറയും. അപ്പൊ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U, 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ കിട്ടുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസിനെയാണ് നമ്മളിവിടെ ചാപ്റ്റർ 6A എന്നും അറിയപ്പെടുന്നത്. ഇനി ഈ ടോട്ടൽ ഡിഡക്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കൂടാൻ പാടില്ല. അപ്പൊ ടോട്ടൽ ഡിഡക്ഷൻസ് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ടോട്ടൽ ഇൻകത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടാക്സബിൾ ഇൻകം. അപ്പൊ ഈ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കാനും ഉള്ളത്, ടാക്സ് കൊടുക്കാനും ഉള്ളത്.